ഇപ്പൊ ആദ്യത്തെ 2 സിനിമകൾ ഫെസ്റ്റിവൽ റണ്ണിലേക്ക് മാത്രം പോയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഡയറക്ടറിനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. ഇത്തിരി നേരത്തിലെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. വളരെ സിമ്പിളായിട്ടൊരു സാധനം, ഇത്തിരി നേരം കിട്ടിയപ്പോൾ അത് എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു റിസർച്ച് നടത്തുന്ന 4 ആൾക്കാർ. സാറിനെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള കുറച്ചുകൂടി സ്ട്രോങ് ഇമോഷണലി കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു റോളിലാണ്. അപ്പോൾ എനിക്കും വേറെ ഒക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് കയറിയത്. ഇത് പലരുടെയും ജീവിതത്തിൽ പറ്റിയിട്ടുള്ള സംഭവം എന്നാണ് എനിക്ക് വിശ്വാസമുള്ളത്. കാര്യം എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലത്തെ ഒരു സംഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചട്ടപ്പച്ചല് മമ്മൂക്കയുടെ ക്യാമിയോ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. ഞങ്ങൾ വിചാരിച്ച പോലൊന്നും ആയിരുന്നില്ല നന്ദു ചേട്ടൻ. ഞാൻ ഇതിനു മുമ്പ് നന്ദു ചേട്ടനോട് വേറൊരു പടവും ചെയ്തിട്ടുണ്ട്, ധൂമം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ നന്ദു ചേട്ടനും ആയിരുന്നില്ല ഈ സെറ്റിൽ വന്ന നന്ദു ചേട്ടൻ. എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല. വിളിച്ചു വന്നു, അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. ആട്ടത്തിൻ്റെ ഒരു ഇൻഡസ്ട്രി സ്ക്രീനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടറാണ് കണ്ടിട്ട് അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തത്. സെൻസർ ബോർഡ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല, എനിക്കറിയില്ല അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാത്തങ്ങനെ ഉണ്ട് പരിപാടി, അങ്ങനെ പബ്ലിസിറ്റി കിട്ടുമല്ലോ. ഇത്തിരി നേരം നിങ്ങൾ നമ്മുടെ അപേക്ഷ അതാണ്, ഒരു ഇത്തിരി നേരം അതിനുവേണ്ടി മാറ്റി വയ്ക്കൂ എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പം നല്ലൊരു എൻ്റർടൈനർ കാണാൻ സാധിക്കും എന്നുള്ളതാണ്.